കലിയ ജ്യോതിഷൻ്റെ പ്രണാമം. വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് തൃശ്ശൂർ സംഭവിച്ച വെടിക്കെട്ട് അപകടം. തിരുവമ്പാടിക്ക് വേണ്ടി സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി രൂപപ്പെടുത്തുന്ന, അതായത് വെടിക്കെട്ടുകൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ച വൻ ദുരന്തം, വലിയൊരു അപകടം ആണ് സംഭവിച്ചത്. ഇപ്പോൾ ഏകദേശം ലാസ്റ്റ് കിട്ടുന്ന വാർത്തയിൽ, ഞാൻ കണ്ട വാർത്ത പ്രകാരം 9 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഒരുപാട് പേർക്ക് അപകടം സംഭവിച്ചു. പക്ഷേ ഇനി ഒരുപാട് തിരച്ചിൽ, ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് തിരച്ചിലുകൾ നടത്തേണ്ടി വരും. 2 ഏക്കർ ഭൂവിസ്തൃതിയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അടുത്ത് പിന്നെ കമ്പക്കെട്ട് പുരയുടെ അടുത്ത് വീടുകളൊന്നും ഇല്ലാത്തത് മഹാഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പറയാൻ പോലും പറ്റാത്ത അത്ര ഇതായിരുന്നു. തീർച്ചയായും എൻ്റെ 2026 പ്രവചനത്തിൽ 2025 ഡിസംബറിൽ തന്നെ ഞാൻ പറഞ്ഞു, തൃശ്ശൂരിൽ വെടിക്കെട്ട് അപകടം, 17ാമത്തെ പ്രവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഏത് ശാസ്ത്രത്തിനാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? ലോകത്തെ ഏത് ശാസ്ത്രത്തിന് പറയാൻ പറ്റും തൃശ്ശൂർ കമ്പക്കെട്ട് കിടക്കാൻ പോവുകയാണെന്ന്? സയൻസിന് പറയാൻ പറ്റും? ഇങ്ങൊന്ന് പറഞ്ഞ് കാണിച്ചേ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാണിച്ചാലും മതി. തെളിവോടെ ഒന്നും വേണ്ട, തെളിയിച്ച് കാണിക്കുന്നവനാണ് ശാസ്ത്രം. എവിടെ ഭൂകമ്പം നടക്കണമെന്ന് പോലും പറയാൻ പറ്റാനില്ല. ഉരുളുപൊട്ടി, വയനാട്ടിൽ ഉരുളുപൊട്ടിയപ്പം കലിയ ജോഷൻ എൻ്റെ 128ാമത്തെ പ്രവചനത്തിൽ പറഞ്ഞിരുന്നു. അന്ന് കലിയ ജോഷൻ പറഞ്ഞിരുന്നു, അത് അവിടെ സംഭവിച്ചു. ഏത് ശാസ്ത്രമാണ് മുൻകൂട്ടി പറഞ്ഞത്? ചുമ്മാ ബടായി അടിക്കാൻ വേണ്ടി കുറേ. ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റാത്തയും കുറേ കാര്യങ്ങളുണ്ട്, അതും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്ന, ഞങ്ങൾക്കെല്ലാം ചെയ്യാം, ഞങ്ങളുടേതാണ് വലുത്, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും നമുക്ക് ആവശ്യമാണ്. അല്ലാതെ ഈ ശാസ്ത്രം മാത്രം വെച്ചിപ്പം ശബരിമലയിൽ അവിടെ ഇപ്പോൾ കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ് വിശ്വാസികൾ ഒരിക്കലും ഇതിനെ എതിർത്ത് വരില്ല, വിശ്വാസം ഇല്ലാത്തവന്മാർ ഇവിടെ കയറി വരണ്ട എന്ന് കോടതി വാണിംഗ് കൊടുത്തിട്ടുണ്ട്. കേട്ടല്ല, അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. വിശ്വാസികൾ അവർ വിശ്വസിച്ചോട്ടെ, അവർക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്. അവർ ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ, അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്, അത് അവർ വിശ്വസിക്കുന്നു. അവർ വിശ്വസിച്ചോട്ടെ. കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞാൽ 100% ശരിയല്ലേ? വിശ്വാസികൾക്ക് പരാതിയില്ല. പിന്നെ ഈ വിശ്വാസം ഇല്ലാത്തവന്മാർ അവിടെ ചെന്നിരുന്ന് പരാതി കേൾക്കണതിൻ്റെ ആവശ്യം എന്തിനാ? അത് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. നിനക്ക് വിശ്വാസമില്ല, വിശ്വാസം ഇല്ലാത്തവന്മാർ ഇതിൻ്റെ ഇടയിൽ ഇടപെടേണ്ട ആവശ്യം ഒരാവശ്യമില്ല. അത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞെങ്കിൽ അത് 100% ശരി തന്നെയാണ്. ഐ ഹാഡ്സ് ഓഫ് സുപ്രീം കോർട്ട്. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഇതാണ്. അതുപോലെ ഈ വിശ്വാസികൾക്ക്, ആ വിശ്വാസം ഇല്ലാത്ത ശാസ്ത്രവാദികൾ ലോകം മൊത്തം കയറി നിരങ്ങേണ്ട ആവശ്യം യുവമാർക്കായിരിക്കും അവകാശം കൊടുത്തത്? ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ യുവമാർക്കാരും അവകാശം കൊടുത്തത്? യുവമാർ ഇവിടെ നിന്ന് നേരെ പിടിച്ച് കോടതി ചെന്നാൽ അവിടെ വാദിക്കാൻ നല്ല ചുണക്കുട്ടികളായ വിശ്വാസികളായ വക്കീലന്മാരുണ്ട്. അതുകൊണ്ട് അത് കാലമൊക്കെ പോയി. വിശ്വാസ സമൂഹമാണ് ലോകത്ത്. 97% വിശ്വാസമുള്ളവരെ 3% വിശ്വാസമുള്ളവന്മാർ ഭരിക്കണമല്ലോ. അതെന്താണ്? അതെങ്ങനെ നടക്കുന്നത്? അതൊന്നുമില്ല. ഇപ്പോൾ നല്ല വിശ്വാസികളുടെ എണ്ണം കൂടി വരികയാണ്. ഇവന്മാരെന്തെല്ലാം വേളം വെച്ചിട്ടും വിശ്വാസികളുടെ എണ്ണം. അപ്പോൾ യുവമാർക്ക് അറിയാം, യുവമാരെ പറയണ ആരും കേൾക്കാറില്ല എന്ന് പറയണത്. യുവമാർ പറയുന്നതിനനുസരിച്ച് ജനോപലക്ഷം ആൾക്കാർ കൂടെയുള്ളൂ. ശബരിമലയിൽ മകരദീപം കൊളുത്തി കാണിക്കണമെന്ന് യുവമാർ പറഞ്ഞതിന് ശേഷം 10 ലക്ഷം പേര് അവിടെ കൂടി. യുവമാരെ എന്നെ, ഇപ്പോൾ കലിയ ജോസിനെ യുവമാർ എന്നെ വളർത്തുന്നത്, എന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത് യുവമാരാണ്. അപ്പോൾ ഐ ഹാഡ്സ് ഓഫ് നിരീശ്വരവാദി ആൻഡ് സയൻസ്വാദികൾ. ഓക്കെ, നിങ്ങൾക്ക് ആണ് എന്നെ വിമർശിച്ചവന്മാരാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തോ ആയിക്കോട്ടെ. സയൻസ്വാദികൾ ആരെങ്കിലും രവിചന്ദ്രനെയോ അവരെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുന്നു. എൻ്റെ ആൾക്കാരുണ്ടല്ലോ വെല്ലുവിളിക്കുന്നു. നിങ്ങളൊരു കാര്യം പറഞ്ഞേ, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും നടക്കുമെന്നൊന്ന് പറഞ്ഞോളൂ, ശക്തമായിട്ട് പറഞ്ഞോളൂ. അതിൽ 1, 2 പറഞ്ഞല്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. ശാസ്ത്രത്തിൻ്റെ തെളിവ് വെച്ച് ഞങ്ങൾ പറയുകയാണ്, ഇന്ന സ്ഥലത്ത് ഇത്ര സമയത്ത് ഒരു ഉരുൾപൊട്ടൽ നടക്കും. ഞങ്ങളതിൽ തെളിവുണ്ട്, ഞങ്ങളതിൽ വലിയ ഉദ്യോഗസ്ഥരുണ്ട്, കോടിക്കണക്കിന് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വിശ്വാസം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആചാര്യന്മാർ പകർന്നു തന്ന കുറച്ച് വിശ്വാസമുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ കാച്ചണം. ഞങ്ങൾക്ക് വലിയ പൈസ ചിലവൊന്നുമില്ല, ഒരുപാട് പേരെ തീറ്റി പോറ്റണമൊന്നുമില്ല, ഒരുപാട് പൈസ ചിലവാക്കി ഒന്നും ചെയ്യുന്നുമില്ല.
കലിയ ജ്യോതിഷൻ ഇവിടെ ഇരുന്ന് കണ്ണടച്ചിരുന്ന് നമ്മുടെ ശാസ്ത്രം വെച്ചിട്ട് അങ്ങനെ പറയുന്നു, വെടിക്കെട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഈ ശാസ്ത്രത്തിന് അതേപോലത്തെ മെറ്റീരിയലൊക്കെ തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയവും പറയാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ നമുക്കത് വ്യക്തമായിട്ട് പറയാം. അവൻ്റെ ഡേറ്റ ഉണ്ട്. ജ്യോതിഷത്തിൽ അങ്ങനെയാണ്. അല്ലാതെ കോമണായിട്ട് പ്രവചിക്കുമ്പോഴത്തേക്ക് നമുക്കത്ര ഇങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ അത് എപ്പോൾ സംഭവിക്കും, എവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ വേണം. അല്ലെങ്കിൽ ഇത്രയും സ്ഥലങ്ങളിലുള്ള കമ്പപ്പുരകൾ വേണം. തൃശ്ശൂർ ജില്ലയിൽ കമ്പക്കെട്ട് അപകടം നടക്കും എന്ന് നമുക്കറിയാൻ പറ്റി. പക്ഷേ നമ്മളത് എങ്ങനെ ഇന്ന ദിവസം ഇത്രാം തീയതി നടക്കുമെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ തൃശ്ശൂറുള്ള എല്ലാ കമ്പക്കെട്ട് ശാലകളുടെയും ഡീറ്റെയിൽ വേണം. പിന്നെ അതിൻ്റെ മോലാളിമാരുടെ ഗ്രഹനില വേണം. ഇതെല്ലാം വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അത് വിഷയമൊന്നുമില്ല. അതിനുവേണ്ടി ഒരു ഗവേഷണശാല സർക്കാർ ഇടപെട്ട് കലിയ ജ്യോതിഷന് തുടങ്ങി തരണമെങ്കിൽ കലിയ ജ്യോതിഷം പറയും. ഇത് തെറിയ കൊടുത്ത് ശാസ്ത്രത്തിനൊക്കെ ചെയ്യല്ലേ, ഗവൺമെൻറ് ചെയ്യല്ലേ. അതുപോലെ ഞങ്ങൾക്ക് ചെയ്തു തരൂ, ഞങ്ങളൊരു ഇതുണ്ടാക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പം ഞങ്ങൾക്കും അതുപോലെയുള്ള സോഴ്സും അതിനുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കും പറയാൻ പറ്റും ഇന്നാം തീയതി ഇത്രാം തീയതി ഇന്നടത്ത് നടക്കും. ശാസ്ത്രം പറയുന്നതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ജ്യോതിഷം. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിജിയാണല്ലോ. ഈ ഇങ്ങനെയുള്ള ജ്യോതിഷം പോലുള്ള ശാസ്ത്രങ്ങൾക്ക് എന്തുകൊണ്ട് പൊക്കിക്കൊണ്ടുവരുന്നില്ല? എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാൻ തോന്നുന്നില്ല? വിശ്വാസികളാണെന്ന് 100 പ്രാവശ്യം പറയുന്ന സമയത്ത്, വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കുന്നവരാണെന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ജ്യോതിഷ ശാസ്ത്രത്തിനെ എന്തുകൊണ്ട്, ജ്യോതിഷം എന്ന് പറയുന്ന ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, പിന്നെ എന്തുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പ്രഗത്ഭരായ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവിടെ ഒരു ഇത് ചെയ്തുകൂടാ? കാലം പുറകോട്ടൊന്നും പോവില്ല, കാലം മുന്നോട്ട് തന്നെ പോകും. ഗ്രഹനില എടുക്കാൻ ഞങ്ങൾക്ക് ഇപ്പം ഹൈടെക് സെറ്റപ്പുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഗ്രഹനില പണ്ടത്തെ പോലെ പഞ്ചാംഗം വെച്ച് ഗണിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾക്ക് കൊണ്ട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ സയൻസ് പറയും ഇതൊക്കെ സയൻസാണ് കണ്ടുപിടിച്ചതെന്ന്. സയൻസ് കണ്ടുപിടിച്ചാലും കണക്ക് കണ്ടുപിടിച്ചാലും ഇതെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. എന്നാളെ വേവന ഒരുത്തനൊക്കെ പറയുന്നു കമ്പ്യൂട്ടർ ഞങ്ങൾ കണ്ടുപിടിച്ചു. കമ്പ്യൂട്ടറിൻ്റെ ബേസ് ആരാണ്? ഇതേപോലെ പ്രാചീന കാലത്തുള്ള ശാസ്ത്രമാണ്. ന്യൂട്ടൻ്റെ ലാ എന്താണ്? ഗുരുത്വാകർഷണ ബലം എവിടെ നിന്നാണ് കിട്ടിയത്? പുരാതന ഗ്രന്ഥങ്ങൾ. ഇതിൻ്റെ ബേസ് ആരാ പറഞ്ഞു കൊടുത്തത്? നാളെ ശ്രീ രവിചന്ദ്രൻ അദ്ദേഹം പറയണായിട്ട് പരിണാമ സിദ്ധാന്തം അവരാണ് ഉണ്ടാക്കിയെന്ന്. പരിണാമ സിദ്ധാന്തം എവിടെ നിന്നാണ് വന്നതെന്നുള്ള ഞാൻ മത്സ്യാവതാരം തൊട്ട് പറഞ്ഞു കൊടുക്കാം. ശ്രീ രവിചന്ദ്രൻ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവട്ടെ. ഇവർ കുറേ പുസ്തകത്തിൽ നിന്ന് കാണാതെ പഠിച്ച് കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനുമായിട്ട് എനിക്ക് ഒരു ശത്രുതയില്ല, ഒന്നുമില്ല. ഒരു നിരീശ്വരവാദികളുമായിട്ട് ശത്രുവില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് നിരീശ്വരവാദികൾ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അവരുടെ പ്രത്യയശാസ്ത്രം എല്ലാത്തിനെയും ഞങ്ങളാണ് ശരി, മറ്റുള്ളവരൊന്നും ശരിയല്ല എന്ന് പറയുന്ന സമയത്താണ് നമുക്കത് പറയേണ്ടി വരുന്നത്. അല്ലാതെ ഇവിടെ ആരുമായിട്ട് നമുക്ക് ഒരു ശത്രുതയില്ല, ഒന്നുമില്ല. അവരുടെ പ്രത്യയശാസ്ത്രം പറയുമ്പോൾ അതിനകത്ത് പറയുമ്പോൾ ഇതൊന്നും വേണ്ട, ശാസ്ത്രം മാത്രം മതി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാം വേണം. ഇപ്പോൾ പെണ്ണുങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യം നടക്കും. പുരുഷന്മാർ പറയാണ് ഞങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യം പറ്റൂ? ഇല്ല. സ്ത്രീയും പുരുഷനും വേണം. രണ്ടുപേര് രണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ചതാണ്. എങ്കിലും അടുത്ത തലമുറ ഉണ്ടാവും. സ്ത്രീ ഇല്ലാതെ അടുത്ത തലമുറ ഉണ്ടാവില്ല, പുരുഷനില്ലാതെ അടുത്ത തലമുറ ഉണ്ടാവില്ല. അപ്പം ഞങ്ങളാണ് വലുത്, ഞങ്ങൾ മാത്രം മതി ഈ ലോകത്തെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആണ് ഈ പറയുന്നത്. പറയൂ, നാളെ ശാസ്ത്രം പറയട്ട് ഇന്നടുത്തൊരു വെടിക്കെട്ടുണ്ടാവും, ഞങ്ങളുടെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ഞങ്ങൾ പറയാണ്. കാലാവസ്ഥ പോലും ശരിക്കും അവർക്ക് നിരീക്ഷിക്കാൻ പറ്റൂല. കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതി ഒരു കാറ്റടിച്ചാൽ മാറിപ്പോവും. അത് ഇവരെ കുഴപ്പം കൊണ്ടല്ല. ഇവരെല്ലാം സെറ്റപ്പ് ചെയ്ത് വരുമ്പോൾ അപ്പുറത്ത് നിന്നൊരു കാറ്റടിക്കും, അത് പോയി, മഴ പോയി. അല്ല, ഇവരെ കുഴപ്പം കൊണ്ടല്ല, ഇവരത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരും. പക്ഷെ പ്രകൃതി, ദ മാൻ പ്രപ്പോസ് ദ ഗോഡ് ഡിസ്പോസ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ആകാശം, അഗ്നി, ഭൂമി, വായു, ജലം, ഇത് തന്നെ പടച്ചോനെന്ന് മുസ്ലിങ്ങൾ പറയണത്, പരബ്രഹ്മമെന്ന് ഹിന്ദുക്കൾ പറയണത്, പരിശുദ്ധാത്മം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത്. ഇതിനകത്ത് എന്താ വ്യത്യാസം? അവിടെ ഒന്നും കൈ കടത്താൻ പറ്റൂല മോനെ, അവിടെ ഒന്നും കൈ കടത്താൻ പറ്റൂല. അതൊക്കെ ദൈവത്തിനുള്ളതാണ്. അതാണ് വിശ്വാസത, യൂണിവേഴ്സൽ പവർ. അത് നിങ്ങൾ ഏത് രൂപത്തിലേ കാണും, ഓരോരോ മതത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഏത് രൂപത്തിലേ കാണും. പക്ഷെ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് എലമെൻറ്റ്സ് ഇതുവരെ ഒരു ശാസ്ത്രവും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്സ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഒരു ശാസ്ത്രജ്ഞത്തിനും അറിഞ്ഞൂടും. അതുകൊണ്ട് എല്ലാം വേണം. ആയുർവേദം വേണം, ഹോമിയോപ്പതി വേണം, മെഡിസിൻ വേണം. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ എൻ്റെ എന്ത് അസുഖം വന്നാലും മെഡിസിൻ തന്നെ കഴിക്കുന്നത്.
ഉറപ്പായിട്ട് പറയാം, എൻ്റെ ശരീരത്തിന് അതേ ശരിയാവുള്ളൂ. ഹോമിയോ ആയുർവേദമൊന്നും ശരിയാവില്ല. ഓരോരോ ശരീരത്തിന് ചിലർക്ക് ഹോമിയോ ശരിയാവും, ചിലർക്ക് ആയുർവേദം ശരിയാവും. അതൊക്കെ അവരുടെ ഓരോ ബോഡി മെക്കാനിസത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണം, അതിനാണ് പ്രകൃതി ഇതെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു രീതി വേണ്ട. ഒന്നിനെ നിസ്സാരമായിട്ടൊന്നും കാണണ്ട. ഞാൻ എപ്പോഴും പറയും, ഒരു ബെൻസ് വണ്ടിയാണെങ്കിലും ടയറിൽ കാറ്റില്ലെങ്കിൽ ഓടില്ല. വലിയ വലിയ ടെക്നോളജിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇന്നും കലിയുഗേശൻ്റെ പ്രവചനം നടന്നു. 98% പ്രവചനങ്ങൾ നടത്തുക, അത് നടന്നിരിക്കാം. അത് അങ്ങനെയാണ്. പറഞ്ഞ മനസ്സിലായല്ല? അപ്പം ഇതാണ്. അപ്പോൾ മോദിജിയോട് എനിക്കൊരു ഇതുണ്ട്, അപേക്ഷയുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ BJP സഹോദരങ്ങളോട്, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നവരോട്, ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായ ജ്യോതിഷത്തെ എന്തിന് തഴയുന്നു, ജ്യോതിഷത്തിനെ എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങളിലുള്ളവരും, എല്ലാ മതത്തിലുള്ളവർക്കും അവർക്ക് എന്തെങ്കിലും, അത് മതപരമായിട്ട് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് അവർക്ക് എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് അവതരിപ്പിക്കാനുള്ളൊരു സ്ഥലം കൊണ്ടു കൊടുക്കണം. ശാസ്ത്രത്തെ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പനെക്കുറിച്ചും അപ്പൂപ്പന്മാരെ കുറിച്ചുമൊക്കെ നമ്മൾ സ്മരിക്കണം. അത് കഴിഞ്ഞിട്ടേ മോനും ചെറുമോൻ്റെ കാര്യമൊക്കെ ഉള്ളൂ. അതുപോലെ അതിനൊക്കെ ഒരു അവസരം കൊടുക്കണം. എത്രയോ ടാലൻ്റായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതുപോലെ പറയാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതെന്താ ചെയ്യാത്തത്? ഞാനെങ്ങനെ പറയുള്ളൂ, ചെയ്യണം. ഇപ്പം എനിക്ക് കുറേ കൂടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടോ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഗ്രഹങ്ങൾ വെച്ചിട്ട് പല കാര്യങ്ങളും പറയാൻ പറ്റും. അതങ്ങനെയാണ്, അങ്ങനെയുള്ള ജനുസുകളുണ്ട്. അത് ചില മതഗ്രന്ഥങ്ങളുടെ കാര്യങ്ങൾ വെച്ചിട്ട് പലർക്കും പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പം പറയാം, ഹിന്ദു സംസ്കാരം, ഞാനൊരു ഹിന്ദു ആയിട്ടാണ് ജനിച്ചത്. പക്ഷെ കർമ്മം കൊണ്ട് എല്ലാ മതവും എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ജാതി മതം, ഞാനിപ്പോൾ നായറായിട്ടാണ് ജനിച്ചെങ്കിൽ എനിക്ക് എൻ്റെ കൂടെയുള്ള എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്, എല്ലാ പേരും ഉണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? ഈ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ ഗായകൻ പന്തളം ബാലൻ, അദ്ദേഹത്തിനെ ഞാൻ കാണാനിടയായി. സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങോട്ട് ഗാനമേളയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാളിനെ കൈ കാണിച്ച് എന്നെ വിളിച്ച് കൈ കാണിച്ചു. എന്നിട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നേരെ എൻ്റെ അടുത്ത് വന്നു, ഞാൻ കെട്ടിപ്പിടിച്ചു. വളരെ ഹാപ്പി. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വളരെ മനോഹരം, എനിക്കിഷ്ടമുള്ള ഒരു ഗായകൻ കൂടിയാണ്. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോയെല്ലാം എടുത്തു. ഭയങ്കര സ്നേഹമായിരുന്നു. അതാണ് സ്നേഹം. അവിടെ ജാതിയും മതമോ അങ്ങനെ വർഗമോ വിവേകങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അവിടെ സ്നേഹമാണ്, പച്ചയായ സ്നേഹമാണ്. പന്തളം ബാലനും ഞാനും തമ്മിൽ എന്താ സ്നേഹമാണ്, നല്ല സ്നേഹമാണ്. അപ്പോൾ അതെന്താണ്, അദ്ദേഹം പാടിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പാട്ട് കേട്ട് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം എന്നെ ഒരാളിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് എന്നെ അങ്ങോട്ട് നോക്കാപ്പോൾ ഞാൻ അയ്യോ പാടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് എന്നെ കൈയാണിച്ചു. അത്ര സ്നേഹമല്ലേ? അതല്ലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്നേഹം. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാനമേള പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടെ ഞാൻ ഇരിക്കുന്നിടത്ത് വന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് എത്തുന്ന മുമ്പേ ഞാൻ അദ്ദേഹത്തിനെ പോയി കെട്ടിപ്പിടിച്ചു. ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നെ. അപ്പോൾ അത്ര സ്നേഹമാണ്. അതങ്ങനെയാണ്. നമ്മൾ എല്ലാവരെയും തുല്യരായിട്ട് കാണുന്നവനാണ്. എൻ്റെ മഹാദേവൻ അങ്ങനെയാണ്, സർവ്വജീവജാലങ്ങളെയ തുല്യനായിട്ട് കാണുന്നവനാണ്. അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല. ജൈവദീക്ഷ എടുത്ത എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേറ്റത്തിരിപ്പ് ഒരു മനുഷ്യരുടെ കൂടെ ഇല്ല. എല്ലാവരും തുല്യരാണ്. എറമ്പിനും ആനയ്ക്കും അതിൻ്റേതായ കഴിവുണ്ട്. ഇത് നമ്മൾ പറയുന്നു. ഇപ്പം എൻ്റെ ഡ്രൈവറൊക്കെ വേറെ സമുദായത്തിലൊക്കെ ജനിച്ച ആൾക്കാരാണ്. എൻ്റെ കൂടെയുള്ള ഡ്രൈവർമാരും അവരൊക്കെ ജോലിക്കാർ എല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ടാണ് എവിടെ പോയാലും എൻ്റെ അടുത്ത് എല്ലാവർക്കും നല്ല സ്നേഹമാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ഈ ശാസ്ത്രത്തെ ഗവൺമെൻറ് ഉയർത്തിക്കൊണ്ടുവരണം. ശാസ്ത്രവാദികൾ പറയട്ടെ, എപ്പോഴേ ഒരു പ്രവചനമായിട്ട് അവർ പറയട്ടെ, ഇന്നടത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ഒരു 101 പ്രവചനങ്ങൾ അവർ നടത്തട്ടെ, ശാസ്ത്രവാദികൾ. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തിന് അങ്ങനെ ഉള്ള ഇതില്ലല്ലോ.
അപ്പോൾ ഞാനത് 117 പ്രവചനത്തിൽ 17 പ്രവചനത്തിൽ എന്നാലും 113 പറഞ്ഞു, അത് ശിവകാശിയിൽ കമ്പക്കെട്ട് നടന്നു. അപ്പോൾ അത് നടന്നു. ഇപ്പം തൃശ്ശൂർ വെടിക്കെട്ട് ഇതേപോലെ നടക്കുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞു. വെടിക്കെട്ട് തൃശ്ശൂർ ജില്ലയിൽ വെടിക്കെട്ട് സംഭവിച്ചു. 17 പ്രവചനം ആർക്ക് വേണമെങ്കിലും അയച്ചു തരുമേ. കലിയ ജ്യോതിഷം പ്രവചനങ്ങളൊക്കെ അയച്ചു തരും. അതുകൊണ്ട് അത് വിഷയമില്ല, നിങ്ങൾക്കത് ചോദിക്കാം. എന്നിട്ട് അത് അവസാന സമയമാകുമ്പോൾ നോക്കിയാൽ മതി. അതിൻ്റെ 98% പ്രവചനങ്ങൾ ശരിയാവും. അല്ലാതെ 1-2 ശരിയാവണമല്ല, 98% പ്രവചനങ്ങൾ ശരിയാവും. അത് വേണമെന്നുള്ളവർക്ക് നമുക്ക് കാണിച്ചു തരാം. ശരി, അതൊക്കെ അവിടെ എഴുതിക്കട്ടെ, അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ 25-ാം തീയതി എറണാകുളം ഓഫീസിൽ കാണും, 27-ാം തീയതി പാലക്കാട് ഓഫീസ്, 29-ാം തീയതി താമരശ്ശേരി സിറ്റി മോള്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം. 9746560562 ഇതാണ് നമ്പർ. ദയവേത് ഇതിൽ ഞാൻ ഫോൺ എടുത്തില്ല, ഒരു ചില സമയം പൂജയിലോ കാര്യത്തിലോ അങ്ങനെ കൺസൾട്ടിങ്ങിലോ ഒക്കെ ആണെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അങ്ങ് അയക്കുക. അപ്പോൾ വാട്സപ്പ് ഞാൻ നോക്കും, രാത്രി 12 മണിയായാലും നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ നമ്പറിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് വിദേശത്ത് അപ്പോയിൻമെൻ്റ് എടുക്കാം. ഞാൻ മെയ് 10 മുതൽ മെയ് 23 വരെ ദുബായ് ഓഫീസിൽ കാണും. അപ്പം 10-ാം തീയതി മുതൽ എൻ്റെ ദുബായ് നമ്പർ 05060123666. അതിൽ 10-ാം തീയതി മെയ് 10-ന് ശേഷം വിളിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ 97-ൽ വിളിച്ച് അല്ലെങ്കിൽ ദുബായ് നമ്പറിൻ്റെ വാട്സപ്പിൽ വിളിച്ച് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഇപ്പോഴേ ശരിയാക്കി വയ്ക്കാം. നമ്മുടെ നാട്ടിലുള്ള അമ്മമാരും സഹോദരിമാരും ഒക്കെ അവിടെ ഉള്ളവർക്ക് വേണ്ടി പറയും, നമ്മുടെ സാർ അവിടെ വരുന്നുണ്ട്, സാറിനെ പോയി കാണും. എത്രയോ പേര് കണ്ടിട്ട് അവിടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി എത്രയോ കുറയ്ക്കാൻ സാധിച്ചു. ഇവിടെ വരുന്നവരും അങ്ങനെയാണ്. ഇവിടെ ഇന്ന് നല്ല തിരക്കായിരുന്നു, തിരുവനന്തപുരത്ത് നല്ല തിരക്കായിരുന്നു. അതിന് 23-ാം തീയതി വരെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഇപ്പം ഇനി 23-ാം തീയതി 1-2 അപ്പോയിൻമെൻറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ 2-ാം തീയതി തൊട്ട് ഇവിടെ കൺസൾട്ടിങ് തുടങ്ങും. 8-ാം തീയതി വരെ തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ. എൻ്റെ പൊന്നിൻ മഹാദേവ, നാം നിത്യശാന്തി നേരുകയാണ്. ഇന്ന് ജീവൻ പൊലിഞ്ഞുപോയ, കമ്പക്കെട്ട് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ എൻ്റെ സഹോദരന്മാർക്ക്, മരണപ്പെട്ടവർക്ക് ഞാൻ നിത്യശാന്തി നേരുകയാണ്. അവർ മഹാദേവൻ്റെ പാദങ്ങളിൽ എത്തിച്ചേരട്ടെ. അവർക്ക് നല്ല പുനർജന്മങ്ങൾ ഉണ്ടാവട്ടെ. ഹര ഹര ശംഭോ മഹാദേവ്, ശിവ ശിവ ശംഭോ മഹാദേവ്.